ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ഉൾസ് വാട്ടർ ലേക്കിൻ്റെ അടുത്താണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ UK നിന്നുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ശരിക്കും ഇതൊരു ട്രക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നല്ല ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഏരിയ വഴി നമുക്ക് നേരെ മേളിലേക്ക് കയറി പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പറ്റിയൊരു രീതിയിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വന്ന ഈ ദിവസം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മുതലേ മഴയാണ്. അപ്പോൾ നമ്മൾ മഴ നനഞ്ഞാണ് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു, ഇതാണ് ഈ ലേക്കിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ലേക്കാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്യുന്നതിന് അവിടെ പേയ്മെൻ്റ് ഉണ്ട്. 2 മണിക്കൂറത്തേക്ക് 4 പൗണ്ടാണ് അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. അതിന് ശരിക്കും നമ്മുടെ ഒരു നല്ല അടിപൊളിയായിട്ടൊരു ലൊക്കേഷനിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ആ ലേക്കിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും, ഹോട്ടൽസ്, കുറേ കടകളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയി ചായ കുടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇന്ന്. അത്യാവശ്യം ചെറിയൊരു മഴയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു കോഫി ഷോപ്പിലോട്ട് പോവാണ്. ചെറുതായിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ശരിക്കും കംബ്രിയ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്താണ് നമ്മളീ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ടുള്ളത്. ഇവിടെ ചുറ്റുപാടും നല്ല ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടുള്ള കുറേ ഒരു ഏരിയകളുണ്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് പറ്റുന്നിടത്തോളം മാക്സിമം കവർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നിന്നുള്ള പല വീഡിയോകളും നമുക്കിതിന് പുറമെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മളോട് ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ബ്രിഡ്ജ് കടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നത് കണ്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചുറ്റുപാട് നിറച്ച് ഹോട്ടൽസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള സുവനീർ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റിയ രീതിയിലുള്ള കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ടൗൺ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ലേക്ക് സൈഡ് കേട്ടോ. നമ്മൾ ഇവിടെ കണ്ട ഒരു ഷോപ്പിൽ നമ്മൾ കയറി. അപ്പോൾ ആ ഷോപ്പിനകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പിള്ളേർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ കാണാനുള്ള കാഴ്ചകളുടെ ഫോട്ടോസും ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പാവയും അതുപോലെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് വരുമ്പോഴാണ് ഉൾസ് വാട്ടർ ലേക്കിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഒരു പിയർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഈ ഒരു പിയറിൽ കൂടെ കയറി നമുക്ക് അതിന് കുറച്ച് ഈ ഒരു ലേക്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഏകദേശം പോയിട്ട് നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കൗണ്ടറുണ്ട്. അവിടെ ഒരു ചെറിയ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കോഫിയൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു പിയറിലൂടെ കയറി നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനും അങ്ങനെയുള്ള എല്ലാം സാധിക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു പിയർ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നടന്നു വരാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളേതായാലും അവിടെ ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റിയില്ല, കാരണം അന്ന് അത് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മളേതായാലും പോയി വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോന്നു. അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് കിർഗിസ്ഥാൻ പാസ് നമ്മൾ ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര എടുത്തത്. നമ്മളപ്പോൾ അവിടുന്ന് യാത്ര ചെയ്ത് പതിയെ ഈ ഒരു പാസ് കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളായിരിക്കും ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇത് കണ്ടോ, നമ്മൾ വന്ന വഴിയിൽ നമ്മുടെ വണ്ടി നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ആടിനെ മേയ്ക്കാനായിട്ട് ഒരു സൈഡിൽ വിട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് വിളിച്ച് വേറൊരു സൈഡിലേക്ക് വേറെ തീറ്റയുള്ള വേറൊരു സ്ഥലത്തേക്ക് ഇവരെ കടത്തിക്കൊണ്ട് പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ.
ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഉൾസ് വാട്ടർ ലേക്കിന്റെ സൈഡിലാണ്. നമ്മൾ ആദ്യമേ നിന്ന പാർക്കിംഗ് സ്പേസിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് കിർഗിസ്റ്റൻ പാസിലേക്കാണ്. ആ പോകുന്ന വഴിയാണ് നമ്മൾ വണ്ടി ഇവിടെ ഓൾറെഡി റോഡ് സൈഡിൽ ജസ്റ്റ് പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ടിന്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയിലും അത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത്. ഇത് UK തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കാണ് കേട്ടോ. അപ്പം ഈ ലേക്കിനെ ഇവിടെ നിന്ന് കാണുമ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ്. നമുക്ക് ഇവിടെ ലേക്ക് കാണാം. അതുപോലെ തന്നെ ആ സൈഡിലേക്ക് ഫുള്ള് മൗണ്ടൻ ആണ്, നല്ല കുന്നുകളാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ സൈഡിലേക്കും നല്ല രീതിയിൽ കുന്നുകളാണ്. അപ്പൊ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ നോക്കുക. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും വിന്ററിലാണ്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് കിർഗിസ്റ്റൻ പാസിലായിട്ടാണ്. അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പൊ നമ്മൾ ഈ രണ്ട് കാഴ്ചകളും ഒറ്റ വീഡിയോയ്ക്കകത്താണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോകും. നമ്മൾ കിർഗിസ്റ്റൻ പാസിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ഇതുപോലത്തെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. നമുക്കവിടെ വണ്ടി സ്ലോ ചെയ്യാനായിട്ടേ പറ്റുള്ളൂ, അവിടെ ഇറങ്ങാനായിട്ടൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ സ്ലോ ചെയ്ത് നോക്കിയപ്പോൾ വേറെ വണ്ടികളൊന്നും വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറേ സമയം നമ്മൾ അതിൻ്റെ അവിടുത്തെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തു. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഒഴുകുന്നത്. ഇപ്പം നമുക്ക് ഏതായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടൊന്നും പറ്റത്തില്ല, അതുപോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയില്ല. പക്ഷേ നമ്മൾ അവിടെ അടുത്ത് നിന്ന് തന്നെ ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു വെള്ളച്ചാട്ടം ആസ്വദിച്ചു. അതിനുശേഷമാണ് നമ്മൾ മുമ്പോട്ട് വീണ്ടും യാത്ര തുടർന്നത്. അപ്പോൾ കണ്ട ഒരു മനോഹരമായൊരു വ്യൂ ആണിത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കിർഗിസ്റ്റൻ പാസിലാണ്. നമ്മൾ ആ റൂട്ടിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലാണെങ്കിൽ നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.